പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ദേശത്ത് ശ്രീ കണ്ടങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ജാതി മതഭേദമന്യേ ഏവർക്കും സ്വാഗതമരുളുന്ന ഈ ക്ഷേത്രത്തിൽ ദർശന സാന്നിധ്യത്തിൽ പറയുന്ന വാക്കുകൾ കൊണ്ട് സർവ്വവിധ ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ മംഗല്യ തടസ്സദോഷങ്ങളും സന്താന ദുരിതദോഷങ്ങളും തുടങ്ങി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സർവ്വവിധ ദോഷങ്ങൾക്കും പരിഹാരങ്ങൾ കാണുകയും അതുപോലെ തന്നെ തേങ്ങ അടിച്ചുകൊണ്ട് തന്നെ തത്സമയ ദോഷത്തിന് ഒരു പരിഹാരം കാണുന്ന ക്ഷേത്രവും കൂടിയാണ് ശ്രീ കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രം. ജാതി മതഭേദമന്യേ ഏവർക്കും സ്വാഗതം മരുളുന്ന ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉത്തമ കാര്യസാധ്യങ്ങൾ താളിയോല ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള അതിപുരാതനമായ കൈവശദോഷത്തിനും അതുപോലെ മാരണമായ ശത്രുദോഷത്തിനും പരിഹാരങ്ങൾ കാണുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുപോലെ തന്നെ നാഗക്ഷേത്രത്തിൽ നാഗദോഷങ്ങൾക്ക് പ്രതിവിധി കാണുന്നു. അതുപോലെ തന്നെ മറ്റു അനേക ദുരിതദോഷങ്ങളും നിങ്ങളെ തേടി വരുന്നതിന് സർവമുക്തി പ്രദായിനി ക്ഷേത്രം കൂടിയാണ് സർവശക്തി സ്വരൂപിണിയായ ശ്രീ കണ്ടങ്കാവിൽ ഭഗവതി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് അരുൾവാക്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതദോഷങ്ങളും അരുൾപ്പാടിനാൽ അല്ലെങ്കിൽ വാക്കുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നത്, അതോടൊപ്പം തന്നെ ദോഷപരിഹാരങ്ങൾക്ക് പ്രതിവിധി കാണുന്നതുമായ ഉത്തമ ക്ഷേത്രം അതാണ് ശ്രീ കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രം. നമ്മുടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടങ്കാവിലമ്മ ശക്തി സ്വരൂപിണിയാണ്. അതുപോലെ തന്നെ ശത്രുദോഷത്തിന് ഏറ്റവും നല്ലൊരു ഭഗവതിയാണ്. അതുപോലെ തന്നെ വിവാഹകാര്യത്തിനും അതുപോലെ തന്നെ സന്താന ലബ്ധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആയിരക്കണക്കിന് ഭക്തരെ ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് പോകുന്നതിൻ്റെ കാരണങ്ങൾ അതാണ്. ഇത് പൂർവിക ആചാരന്മാർ കണ്ടെടുത്തതും അതുപോലെ തന്നെ അവിടുത്തെ താളിയോലയുടെ പ്രധാനങ്ങളും താളിയോലയിൽ കൊടുക്കുന്ന വിധി പോലെയാണ് അവിടുത്തെ പൂജാകർമ്മങ്ങളും എന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ എല്ലാ ഭക്തരെയും അറിയിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് വളരെയധികം ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ ഭക്തരും വളരെ ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ മാരണദോഷങ്ങളും അതുപോലെ തന്നെ വിവാഹകാര്യങ്ങളും അതുപോലെ തന്നെ സന്താനലബ്ധിക്കും ഏറ്റവും ഉത്തമമായ ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രാചാരം വളരെ പവിത്രമായി നടത്തപ്പെടുന്നതിന് ഇവിടെ വരുന്ന എല്ലാ ഭക്തരും വളരെ സന്തോഷപൂർവ്വമാണ് തിരിച്ചു പോകുന്നത്. ഈ ദേവി ചൈതന്യം 3 തരത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവി ചൈതന്യത്തെ സമാധാനത്തോടുകൂടെയും അതുപോലെ തന്നെ മാരണശത്രുദോഷങ്ങളായിക്കൊണ്ട് കാണുന്നതിനും അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ ദുരിതപ്പെടുന്നതിനും അതുപോലെ തന്നെ മംഗല്യഭാഗ്യം സിദ്ധിക്കാതെ വരുന്നതിനും ഉത്തമമായ ഒരു ക്ഷേത്രമായതുകൊണ്ട് പാരമ്പര്യമായ ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഐശ്വര്യങ്ങൾ ഒരുപാട് ഭക്തരെ കണ്ടറിഞ്ഞതാണ് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രസിദ്ധമായത് ഒരു തേങ്ങ മുട്ടുടയ്ക്കൽ കർമ്മമാണ്. അത് മറ്റുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ തന്നെയാണ് മുട്ടുടച്ചുകൊണ്ട് സമാധാനം കണ്ടെത്തുന്ന വഴികളുള്ളത്. അതുപോലെ തന്നെ കാര്യസാധ്യ പൂജകളും ഗുരുതി പൂജകളും വളരെ പ്രസിദ്ധമാണ്. ശത്രു സംഹാര പൂജകളും അതുപോലെ തന്നെ ഉത്തമമാണ്. എല്ലാ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലെ ഈ ക്ഷേത്രത്തിലെ ഗുരുതി പൂജയും അതുപോലെ തന്നെ ശത്രു മാരണ ദോഷ പൂജയും അതുപോലെ തന്നെ മുട്ടുടയ്ക്കൽ കർമ്മവും വളരെ പ്രസിദ്ധമാണ്.
ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 5-6 വർഷത്തോളമായി. വരുമ്പോൾ കാര്യമായിട്ടൊരു പണിയൊക്കെ ഓരോന്നും ശരിയാവാത്ത രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഒരു 5-6 വർഷത്തോളമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. മാസം കഴിയുന്നത് മാസം വരുന്നുണ്ട്. അപ്പോൾ വന്നോടത്തോളം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നിലൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പം നിൽക്കണത്. പ്രശ്നമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നിപ്പോൾ പറയുക, ഉണ്ടായിരുന്ന പണി പോയൊരു സന്ദർഭമായിരുന്നു. പിന്നെ മറ്റുള്ള ആൾക്കാരുടെ വക അങ്ങനെ പറ്റൊരു മോശം സ്റ്റേജ്. അപ്പോൾ അതൊന്നൊക്കെ രക്ഷപ്പെട്ടപ്പോൾ 5-6 വർഷത്തോളമായിട്ട് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എനിക്കൊരു ജോലി ശരിയായി ഇവിടെ വന്നതിന് ശേഷം വരാറുണ്ട് മാസം. ഇടപെടലാണ് ഇവിടെ വന്ന് നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പോയാൽ നമ്മളെ ഒരു സമാധാനം നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയാൽ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസമാണ്. നമ്മൾ എങ്ങോട്ട് പുറപ്പെടുകയാണ് അമ്മനെ വിളിച്ചാൽ നമുക്ക് എല്ലാ കാര്യവും സാധിക്കും. മണ്ണാർക്കാട് ചങ്ങനാശ്ശേരി. പേര് മനോഹരൻ, തളവർന്നാണ് വരുന്നത്. ഞാൻ 5-6 കൊല്ലമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു വീട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ വന്നിട്ട് ശേഷമാണ് ഉണ്ടായത്. കണ്ടങ്കാവിലെ നമ്മുടെ അനുകരക്കാരനാണ് അതെല്ലാം കയറിയത്. ആദ്യം കുറേ നല്ല ബുദ്ധിമുട്ടിൽ ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് കണ്ടങ്കാവിലെ അമ്മ. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ദേവിയാണ്. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ എനിക്കൊരു അനുഭവമാണ്. ഇപ്പോൾ വീടായി, 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെയൊക്കെ ഒരിതുണ്ടായത്. 5-6 കൊല്ലമായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഗുണം തന്നെയാണ്. അത് മറ്റേ പ്രവൃത്തിയിലും അതെ, തൊഴിൽ സംബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അത് നല്ല മുന്നോട്ട് പോകാനുള്ള ഇത് കണ്ടങ്കാവിലമ്മ തന്നിട്ടുണ്ട്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, കൃഷി മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ടങ്കാവ് ഭഗവതി കൊണ്ട് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബാധ ഇതും കൊണ്ട് വന്നതാണ്. എനിക്കിവിടെ നിന്നാണ് മാറി കിട്ടിയത്. ഒരുപാട് ഗുണവും നേട്ടങ്ങളും കണ്ടങ്കാവ് ഭഗവതിനെ കൊണ്ട് എനിക്ക് അനുഭവസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ഭയങ്കര ഇനി ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അമ്മ ഇവിടുത്തെ ഒരു ഭക്തനാണ് ഞാൻ. കാരണം എനിക്ക് അമ്മ നല്ല ഒരുപാട് അനുഗ്രഹങ്ങളും നേടിത്തന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ സ്നേഹപൂർവ്വം തന്നെ അങ്ങോട്ട് നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട്. അതുകൊണ്ട് നല്ല ഗുണമുണ്ട്. ദോഷങ്ങളൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അമ്മേനെ കൊണ്ട്. ഞാൻ 5-8 വർഷമായി ഇവിടെ വരൽ തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ ഭർത്താവിനായിട്ടാണ് ആദ്യം വന്നത്. എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ ഞാൻ 8-9 വർഷമായി ചികിത്സയിലായിരുന്നു. അവിടെ നിന്നും കുറേ സ്ഥലങ്ങളിൽ പോയി. പിന്നെ ഞാൻ സിറ്റി ചാനലിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ വന്നതിന് ശേഷമൊക്കെ സുഖമായി. നമുക്ക് നല്ല കുട്ടികൾക്കും എന്തിനും നല്ലൊരു അനുഗ്രഹമായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്താണ്. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്.
എനിക്ക് 4 ആൺകുട്ടികൾ. അതിന് ശേഷം ഭർത്താവിൻ്റെ എല്ലാ ദേഹത്തുനിന്ന് പോയി മൂപ്പർക്ക് സുഖമില്ലാതെ ആയി. ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി എന്തെങ്കിലും നമ്മൾ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ദേവിനെ അവിടെ വിളിച്ചാൽ വെളിപ്പുറത്താണ്. എൻ്റെ 3 മക്കളെ കല്യാണം ഈ ദേവിയെ നടത്തുന്നത്. എൻ്റെ മകപ്പോൾ പോയിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇവിടെ വന്ന് ചോദിച്ചതിൻ്റെ ശേഷം ഞാൻ എന്തും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ദേവിയുടെ എന്നും അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് എനിക്കും എപ്പോഴും തളർന്നോട്ട് താങ്ങാൻ ഈ ദേവി ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ടേ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു സമാധാനവും നമ്മൾ എന്തെങ്കിലും നേടണം തോന്നുകയാണെങ്കിൽ അത് നേടും. അതുപോലെ വല്ല കല്യാണമോ എന്തെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് കല്യാണങ്ങളൊക്കെ ആൺകുട്ടികൾ വല്ല മദ്യമൊക്കെ കഴിച്ചിട്ടൊക്കെ അല്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ തയ്യാത്ത ഓർത്തും കൂടി എല്ലാം ആക്കി വെച്ചിട്ടുള്ളൂ. ഒരു നല്ലൊരു അച്ചടക്കത്തിലുള്ളൊരു കല്യാണം 3 ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിച്ചിരിക്കുന്നത്. 3 കല്യാണം ഒരാളും കൂടി ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. ഒരു കച്ചറയോ ഒരു വഴക്കും വെക്കാനോ ഒന്നും ഉണ്ടാവില്ല. നല്ല സദ്യ എല്ലേതും അത് ഇവിടെ വിളിക്കും. ഈ കല്യാണത്തിന് വരാൻ കൂടിയില്ല, കാരണം ഇവിടെ ഇത് പണിയാണ്. 2 മാസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. അങ്ങനെ നല്ലൊരു സന്തോഷമാണ്. വിളിച്ചാൽ പുറത്താണ്. മനസ്സുകൊണ്ട് എന്തെങ്കിലും ദുഃഖപ്പെട്ട ഇവിടെ ഓർത്താൽ മതി, ആ ധൈര്യം നമുക്ക് കിട്ടും. അല്ല, നമ്മൾ തൃപ്തിയോടെ ഒരാളെ വഞ്ചിക്കാനോ ഒരാളെ ചതിക്കാനോ. ഞാൻ വീട്ടു പണിക്ക് പോകുന്ന വ്യക്തിയാണ്. നമ്മൾ 2 വീട്ടിൽ പോകും. ആ പൈസയായിട്ട് മാത്രമേ ഞാൻ ഇവിടെ വരുള്ളൂ, അല്ലാതെ കച്ചറായ പൈസയായിട്ട് ഞാൻ വരില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. കുട്ടികൾക്കും തന്നെ വിശ്വാസമാണ് നമ്മൾ ഈ അമ്പലം കൊണ്ട്. എല്ലാവരും വന്നോണ്ട്, ഒരു മകൻ മാത്രം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും ശക്തിയാണ്. നമുക്ക് അനുഭവത്തിലൂടെ പഠിച്ചതാണ്. ഞാൻ 8 വർഷമായി വന്നിട്ട്. ഞങ്ങൾ ഏലംകുളം ഭാരതി ഏലംകുളം മാനായിട്ടില്ലേ, EMSൻ്റെ നാട്, അതിൻ്റെ ഒക്കെ ഒരു ഇതിൽ പെട്ടതാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് അനുഭവത്തിൽ. 8ാമത്തെ വർഷമാണ് ഞാൻ 2018 വരൽ തുടങ്ങിയത്. അങ്ങനെ വരൽ തുടങ്ങിയതാണ്. 9 വർഷം ഞാൻ എൻ്റെ ഭർത്താവിനായിട്ട് നടന്നു. അവസാനം സിറ്റി ചാനലിലൂടെ ഞാൻ ഒരു 3 ദിവസം ഞാൻ ഗുരുവായൂർ പോയി. ഇതിന് എനിക്ക് സുഖമില്ലാതായിട്ട് അവിടുന്ന് കാണിച്ചു തന്നതായിക്കാണ് ഗുരുവായൂരപ്പം. അങ്ങനെ അന്ന് രാവിലെ വന്നു സിറ്റി ചാനലിലൂടെ ഞാൻ മോനായിട്ടിനെ ഇങ്ങനെ കയറി. അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, അല്ലാതെ മുൻ പരിചയം കൊണ്ടല്ല. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 14 വർഷത്തോളമായി. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുള്ളത്. 14 വർഷം മുമ്പ് ഞങ്ങൾ വെറും വട്ടപൂജയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് സത്യത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവിധ അനുഗ്രഹവും ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ വീടായി. അന്ന് വീടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീടായി. ഇപ്പോഴും തന്നെ എന്ത് സങ്കടം വരുമ്പോഴും നമ്മളിവിടേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതായിട്ട് വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 15 വർഷത്തിൽ കൂടുതലായി. ഞാൻ വരുമ്പോൾ എനിക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വയ്യാത്തൊരു കുട്ടീനെയും കൊണ്ട് ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ വന്നത്. ഇപ്പോൾ വന്നതിന് ശേഷം അന്നേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടീനെ കാക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഞങ്ങൾ ഒരുപാട് കുട്ടീനെയും കൊണ്ട് കഷ്ടപ്പെട്ട് വന്നിട്ട് അവന് കുറേ സമാധാനങ്ങളൊക്കെ ആയി. അവൻ നല്ല രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. അത് ഒരു ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ എനിക്കിപ്പോൾ വീടായി, സ്ഥലമായി. പിന്നെ ഹസ്ബൻഡ് ഇത്തിരി ഒരു ഇതായിരുന്നു, വെള്ളമൊക്കെ അടിച്ച് ഇത്തിരി ബുദ്ധിമുട്ടിൽ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അതിനുശേഷം ഇപ്പോൾ നല്ല സ്വഭാവമാണ് ഹസ്ബൻഡ്. പിന്നെ മോന് അവൻ നന്നായി നല്ല രീതിയിൽ പഠിച്ചു. എല്ലാം ദേവിയുടെ അനുഗ്രഹമാണ്. അപ്പോൾ അവന് ജോലിയായി. എനിക്കതുപോലെ ജോലി സ്ഥിരപ്പെട്ടു. അത്യാവശ്യം നല്ല ശമ്പളത്തോടുകൂടെ ജോലി ചെയ്യാൻ കഴിയുന്നു. അതുപോലെ വീട്ടിൽ സങ്കടങ്ങളും ദുഃഖങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ നല്ലൊരു വീട് തന്നെയാണ്. പിന്നെ ജോലിപരമായിട്ടും നല്ല സന്തോഷത്തിലാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പെട്ടെന്ന് അമ്മയെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം പാടെ മാറിക്കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വീട് കിട്ടി. ആ വീട് ഏത് തരത്തിലും എനിക്ക് പണിയാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മയോട് പറഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ വീടൊക്കെ നേർവണ്ണം ആയി കിട്ടി. വാർപ്പ് കഴിഞ്ഞ് കിട്ടി. അതുകൂടി നടന്നിരുന്നില്ല അവിടെ എൻ്റെ സ്ഥലത്ത്. ഇപ്പോൾ പിന്നെ വാർപ്പ് കഴിഞ്ഞ് കിട്ടി. 3 വർഷമായി. ഇവിടെ ഞാൻ പഞ്ചായത്തിലേക്ക് വന്നാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഞാനങ്ങനെ അവരെ കൂടെ പോകുന്നു.
പിന്നെ വന്നതിന് ശേഷം എനിക്ക് രോഗങ്ങൾക്കും എല്ലാവരും കുറേ മാറ്റമുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എല്ലാവരും എല്ലാ കാര്യത്തിനും എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുഞ്ഞുലക്ഷ്മി പിലാപ്പറ്റ. എൻ്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ മേനാമ്പാറയിൽ വരുന്നത്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടംകുളത്തിക്കാവിൽ വന്ന ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇനി അത് ഉണ്ടാകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ പറയാം. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ഇവിടുത്തെ പൂജയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റങ്ങൾ വരുന്നു. മാറ്റങ്ങൾ വന്നു. അനുഭവങ്ങളുണ്ട്. അത് വരാറുണ്ട്, സ്ഥിരമായി വരാറുണ്ട്. എൻ്റെ പേര് ജിഷ്ണു കോങ്ങാറിൻ്റെ വരുന്നത്. ഇവിടെ വന്ന ശേഷം നല്ല അനുഭവങ്ങളും ദോഷങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. വന്നിട്ട് വരാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് ദോഷങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്ത് പ്രയാസമായിട്ടാണ് ഇവിടെ വന്നത്? എങ്ങനെയാണ് ഇതിനെ പറ്റി കാര്യങ്ങളിങ്ങനെ പല കേട്ടിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ദോഷങ്ങളൊന്നുമില്ല. ഗുണങ്ങളുള്ളൂ. എൻ്റെ പേര് സുകുമാരൻ. ഞാൻ നെല്ലായെന്നാണ് വരണം. നമ്മൾ 2 കൊല്ലമായി വരാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യം നമ്മളോട് ചോദിച്ചാലും നമ്മൾ നിർത്തി തരുന്നുണ്ട്. നല്ല വിശ്വാസമാണ്. എല്ലാവർക്കും നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഈ ക്ഷേത്ര അഭിവൃദ്ധി ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ.